വിഭാഗത്തിലുള്ള ആൾക്കാരും സൈബർ ക്രൈമിന്റെ അതിൽ പെട്ടുപോകുന്നു. നായിക സ്വദേശികളെ 2 പേരെ അറസ്റ്റ് ചെയ്ത വിഷയം വേഗം ആൾക്കാരാണ് വരുന്നത്. അതുപോലെ ശ്രീ രാജ്മോഹൻ സാർ സദസ്സിലുള്ള വിശിഷ്ട വ്യക്തിയാണ്, ഫാമിലിയാണ്. ഞാൻ അവരുടെ പേരാണെന്ന് പറയില്ല, നിങ്ങൾക്ക് തന്നെ ഏകദേശം മനസ്സിലാവും. കണ്ണൂർ ജില്ലയിൽ ഒരു 3 കേസ് 1 crore മുകളിലുണ്ട്. 1 കോടിയുണ്ട്, 1.5 കോടിയുണ്ട്, 2 കോടിക്ക് താഴെയുണ്ട്. കണ്ണൂർ സിറ്റി ജില്ലയിൽ റൂറൽ 3 കോടി 15 ലക്ഷം പോരാത്ത കേസുണ്ട്. ഇതിലും ഈ പറയുന്ന ഭാഗത്തേക്കുള്ള ഒരു അതിലും ചിലപ്പോൾ കോൺടാക്ടുകളിലേക്ക് അവരുടെ ഈ പറഞ്ഞ 2 പേരുടെ വീഡിയോ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്ത് ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ പല ആളുകളും ഇതും ഇന്ന് റിസൾട്ടിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരം ഒരു അവയർനെസ് ക്ലാസ് സംഘടിപ്പിച്ചുള്ള യാത്രയിൽ നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാവും. എന്നെക്കാട്ടി എത്രയോ ഉയർന്ന എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും ഉള്ള ആൾക്കാരാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് ഓണാക്കാം. അങ്ങനെ നിങ്ങളുടെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്താവാം, അതല്ലെങ്കിൽ ഇതിനകത്തിനാണ് പരസ്യം കണ്ടിട്ട് അങ്ങോട്ട് വേണ്ടി വിളിക്കുന്നതാണ്. അതായത് അങ്ങോട്ട് പോയിട്ട് ഉള്ളിൽ പോയി വരുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ വീണ്ടും തുടർന്നുള്ള ഫേസ്ബുക്ക് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചിട്ട് അവരുടെ പ്രയോജനത്തിന് വഴങ്ങി പോകുന്ന ആൾക്കാരുണ്ട്. അല്ലാതെ അങ്ങോട്ട് പരസ്യങ്ങൾ കണ്ടിട്ട് പോയിട്ട് വീഴുന്ന ആൾക്കാരുണ്ട്. പിന്നെന്താണ് അവർ നിങ്ങളുടെ വിശ്വാസം പിടിച്ചു വെച്ചു. പിന്നെ നിങ്ങളുടെ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും. എല്ലാവരും ഗെയിമൊക്കെ കളിച്ചതായിരിക്കില്ലേ? അപ്പൊ ഗെയിം കളിക്കാൻ വേണ്ടി എങ്ങനെയാണ് നമുക്കൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും. അതിനകത്ത് കളിച്ച് കൂടുന്നതോ സ്കോർ കൂടുന്നതാണല്ലേ, സ്കോർ കൂടുന്നത് പോലെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മളോട് ഇൻസ്റ്റാൾ ചെയ്യും. നമ്മളെ പൈസ 10 ലക്ഷം 5 ലക്ഷം ഇങ്ങനെ ഇടുന്നതോറും നമ്മൾ ആപ്ലിക്കേഷനിൽ പ്രോഫിറ്റ് 1 കോടിയുടെ ആൾക്കാരാണെങ്കിൽ വേണമെങ്കിൽ 3 കോടിയുടെ പ്രോഫിറ്റ് കാണിക്കും. പക്ഷെ അത് അവിടെ ചിത്രത്തിൽ കാണാൻ പറ്റുന്ന സാധനമല്ലാണ്ട് പിൻവലിക്കാൻ പറ്റില്ല. പിൻവലിക്കാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ GST അടക്കണം, ഇത്ര ടാക്സ് അടക്കണം, അല്ലെങ്കിൽ ഇത്ര 30% കൂടി ഇട്ട് ഞാൻ നിങ്ങൾക്ക് അതിന്റെ 3 ഇരട്ടി പൈസ കിട്ടും. അങ്ങനെ പല വാഗ്ദാനങ്ങളും തന്നെ നിങ്ങളുടെ കൂടുതൽ പൈസ വാങ്ങാനുള്ള പരിപാടി നോക്കും. ഇതിന് ശേഷം ലാസ്റ്റ് ആണെന്ന് പറയുക മനസ്സിലാവട്ടെ, നമുക്ക് ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് മനസ്സിലായ ശേഷം മാത്രമേ പോലീസിലേക്ക് വരൂ. അപ്പൊ ഇതാണ് സംഭവം, ഒന്നും അറിയില്ല. അപ്പൊ ഇത്തരത്തിലാണ് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്കാം. പിന്നെ പാർട്ട് ടൈം ജോബുകളുടെ സ്കാം വന്നിട്ടുണ്ട്. എന്താണ് നമ്മള് നിങ്ങളൊക്കെ പാർട്ട് ടൈം ജോബ് പോലെ കാണിച്ചാല് എന്താണ് ചെറിയ പൈസ കിട്ടുന്ന കാര്യമില്ല. പക്ഷെ ഞങ്ങൾക്ക് വരുന്ന പാർട്ട് ടൈം ജോബ് വളരെ രീതിയിലായിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മുടെ 84 lakhs ഒരു റിട്ടയർഡ് റിട്ടയർഡ് ഒരു പഞ്ചായത്ത് അക്കൗണ്ട് അവരുടെ 84 lakhs പോയിട്ടുണ്ട്. അവർക്ക് വെച്ചാല് മൂവി റിവ്യൂ ചെയ്തിട്ട് പണം സമ്പാദിക്കുക. അത് ചെറിയ ചെറിയ പൈസ കൊടുത്തു. പിന്നെ ചിലർ സിനിമ കൊടുക്കുന്നില്ലെങ്കിൽ ആ സിനിമ കണ്ടിട്ട് അതിന്റെ റിവ്യൂ കൊടുക്കുക. സിനിമ കണ്ടിട്ട് റിവ്യൂ കൊടുക്കുക. സിനിമ കണ്ട് റിവ്യൂ കൊടുക്കുമ്പോൾ അവർക്ക് എങ്ങനെയാണ് സിനിമ കണ്ടത്. പിന്നെ ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വേൾഡ് മെമ്പർഷിപ്പ് അത് ഉറപ്പ്, അതിന് വേണ്ടി പൈസ കൊടുക്കുക. അങ്ങനെ ഓരോ രീതിയിൽ വരുന്ന രീതികൾ വ്യത്യാസമില്ല. പാർട്ടി ജോബ് റിവ്യൂ കൊടുക്കുക, ചെറിയ ചെറിയ പൈസകളൊക്കെ വരിക. പക്ഷെ നിങ്ങൾ പോലെ ആൾക്കാർ ചെറിയ ചെറിയ പൈസകളിലേക്കൊന്നും പോകില്ല. പക്ഷെ ഓക്കെ നമുക്കൊക്കെ അത്യാവശ്യം സേവിങ്സ് ഉണ്ടാവും. അപ്പോൾ ഡിജിറ്റൽ അറസ്റ്റ് പറഞ്ഞില്ലേ, ഡിജിറ്റൽ അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥർ എന്ന കാര്യത്തിലുള്ള നിങ്ങളുടെ സംസാരിക്കും. അടങ്ങിയുള്ള പണമിടപാടുകൾ നടപടി നിർവഹിക്കുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് കേസ് ഒഴിവാക്കാൻ പണം വേണമെന്നാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ഉണ്ടായത് ഇത്തരത്തിലൊരു ഹൗസ് ലോണിനെ കൊടുത്ത നഷ്ടമായത് 2,73,20,000 രൂപയാണ്. ഇങ്ങനെയൊരു ഹൗസ് ലോൺ വന്നാൽ തീർത്തും കുറയും. ഓൺലൈൻ സാമൂഹ്യ തട്ടിപ്പിൽ പെട്ടുകൊണ്ട് എത്രയും വേഗം 19-30 എന്ന
ഇത്തരത്തില് ഡിജിറ്റൽ അറസ്റ്റിൽ പെട്ട് കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ ആദ്യം വീഡിയോ കോളോ കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ടാകുമ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പ് വഴി എന്താണ് അറസ്റ്റിന്റെ അങ്ങനത്തെ ലെറ്റർ കാര്യങ്ങളൊക്കെ അയച്ചു. അപ്പൊ ഈ സാധനങ്ങൾ അതിന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ തരുമോ? അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് ലെറ്ററുകൾ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പൊ ഇത്തരത്തിലുള്ള ലെറ്ററുകൾ അയച്ചു തരത്തിൽ നിങ്ങൾ ഭീഷണിപ്പെടും. നിങ്ങൾ വരുന്ന കേസിന്റെ എഫ്ഐആർ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിളിക്കും. ഓക്കെ, എന്തെങ്കിലും കാരണമാവാം. ചിലപ്പോൾ നിങ്ങളെ ATM കാർഡ് ഉപയോഗിച്ച് ഇല്ലീഗൽ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന് പാർസൽ ഞങ്ങളുടെ കിട്ടിയിട്ടുണ്ട്, അതിൽ മയക്കുമരുന്നുണ്ടെന്ന് പറയും. അപ്പൊ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റാത്ത ഒരു കാര്യം അവർ പറയും, നമ്മൾ വിശ്വസിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അപ്പൊ അതില് അദ്ദേഹത്തിന്റെ ATM കാർഡ് ദുരുപയോഗം ചെയ്തിട്ട് അല്ലെങ്കിൽ ഇല്ലീഗൽ ട്രാൻസാക്ഷൻ നടത്തി അയാൾ ATM ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഞങ്ങളുടെ വിക്ടിം ഞങ്ങളുടെ ഒരാളാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മുംബൈ പോലീസാണ് വിളിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ ATM കാർഡിന്റെ ഫോട്ടോ ഇതിൽ അവരെ മുംബൈ പോലീസിന്റെ നോട്ടീസ് അവരെ കേസിൽ ഫയൽ ചെയ്തു. അതിന്റെ ഫോട്ടോ സീലെല്ലാം കാര്യങ്ങളുണ്ട്, ഞങ്ങളോട് കാര്യങ്ങളുണ്ട്. പിന്നെ വിളിക്കുന്ന ആള് യൂണിഫോം തന്നെ ആയിരുന്നു. പിന്നെ അവര് അദ്ദേഹത്തിന്റെ ഐ ഡി കാർഡ് അവർക്ക് കൂടുതൽ വിശ്വസിക്കാൻ വേണ്ടി അയച്ചു കൊടുത്തു. ഐ ഡി കാർഡ് അയച്ചു കൊടുത്തു. പിന്നെ ഇതിലൊരാള് നമ്മളെ വിക്ടിമാണ്. അതായത് പ്രതികളെ പട്ടിക സസ്പെക്ട് ലിസ്റ്റിൽ ആളെ പേര് ആഡ് ചെയ്തിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരെ സ്റ്റേഷനിൽ. പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യന്റെ നോട്ടീസ് അവർക്കെതിരെ എല്ലാ സീനിലും സൈന് എംബ്ലോ എല്ലാം കൃത്യമാണ്. കണ്ടു കഴിഞ്ഞാൽ പക്ക ഒറിജിനൽ ഒരു ഒറിജിനൽ ജനറേറ്റ് ചെയ്ത ഒരു സാധനം. ഇപ്പൊ നിങ്ങൾ OLX എടുത്ത് നോക്കിയാൽ മതി. OLX അറിയുന്നതല്ലേ ഓൺലൈൻ? അതാ ഇന്ത്യൻ ഒരു കോയിന് വാങ്ങാൻ 75 ലക്ഷം രൂപ. അതുപോലെ ഒരു കോയിനാണ് പണ്ടത്തെ. അതുപോലെ പല പൈസയും സാധനങ്ങളുണ്ട്. ഇത് അങ്ങോട്ട് സെയിൽ ചെയ്യും. നിങ്ങളുടെ കോയിൻ ഉണ്ടെങ്കിൽ പൈസ പറഞ്ഞു പല ഗ്രൂപ്പിലുണ്ട്. ഓക്കെ, അപ്പോ എന്താണ് ഡിജിറ്റൽ അറസ്റ്റ്? ഈ ഇത്രയും പേപ്പറാണ് ഞാൻ പഠിച്ചു കൊടുത്ത അതുകൊണ്ടല്ലേ കൂടുതൽ. അപ്പോ കോപ്പി മറ്റേ സാധനങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാല് അവിടെ തന്നെ എടുത്ത് ഇല്ലാത്ത പൈസ അവിടെ നിന്ന് കടമെടുത്തിട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഒരു ടൈപ്സ്. ഇനി ഇതൊക്കെ കാണാൻ ജസ്റ്റ് പോസ്റ്റേഴ്സ് ആണ്. ഞങ്ങള് ഒരു കാരണവശാലും വാട്സപ്പ് വഴി വരുന്ന ജോബിന്റെ പുറകെ പോകാൻ പാടില്ല. കമ്പനികൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകില്ല, അതുകൊണ്ട് ജസ്റ്റ് അതിന്റെ കൂടുതൽ തന്നെയാണ്. പിന്നെ ഓൺലൈൻ ജോബ് പോർട്ടലുണ്ട്, നിക്ഷേപ തട്ടിപ്പുണ്ട്, ലോൺ ആപ്പ് ഒരു ആപ്പാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന കുറച്ച് സ്കാമുകളാണ് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് സ്കാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റ് കാർഡിലെ ആൾക്കാരായിരിക്കും നിങ്ങൾ. അപ്പൊ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ക്രെഡിറ്റ് കാർഡിന്റെ ആക്ടിവേഷൻ ഡീആക്ടിവേഷൻ അതല്ലെങ്കിൽ എന്തെങ്കിലും റിന്യൂവൽ അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കോൾ വരും. അത്തരത്തിൽ കോൾ വരുമ്പോൾ അതാണ് നിങ്ങളോട് OTP ചോദിക്കുമ്പോൾ കാർഡിന്റെ ഡീറ്റെയിൽസ് ചോദിക്കും. അല്ലെങ്കിൽ വേണമെങ്കിൽ ആപ്ലിക്കേഷൻ എന്തെങ്കിലും ക്രെഡിറ്റ് കാർഡിന്റെ ആപ്ലിക്കേഷൻ എന്തെങ്കിലും ലിങ്ക് തന്നിട്ട് ഇൻസ്റ്റാളേഷൻ പറയും. അപ്പോ പല വിധത്തിൽ ക്രെഡിറ്റ് കാർഡ് സപ്പോസ് ഒരു ഡോക്ടർ തന്നെ പോയിട്ടുണ്ടോ അത്തരത്തിൽ ഏതൊരു ഡോക്ടറൊക്കെ വാട്സാപ്പ് ഒരു ആപ്പിലേക്ക് PDF ലിങ്ക് കാര്യങ്ങൾ ഫോൺ അയച്ചു തരും. അത് ക്ലിക്ക് ചെയ്താൽ അപ്പൊ തന്നെ ഞങ്ങൾ വാട്സാപ്പ് കോംപ്രമൈസ് ആവും, നിങ്ങളുടെ ആക്സസ് പോകും, അത് വേറെ വരും. പിന്നെ എന്താ ചെയ്യാം, നിങ്ങളാണെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് നിങ്ങളെ കോൺടാക്ട് എല്ലാവർക്കും മെസ്സേജ് അയക്കും. അവരുടെ പൈസ അയച്ചോ അല്ലെങ്കിൽ അവർക്ക് ഇതുപോലെ ആക്കിയാലും മെസ്സേജ് കൊടുക്കും. അങ്ങനെ അവർ ചെയ്യുമ്പോൾ വാട്സാപ്പ് ആക്കി പോകും, അതിനകത്ത് പൈസ അയക്കും. അതുപോലെ അവരുടെ മെസ്സേജ് ക്രെഡൻഷ്യൽസ് ഒക്കെ വാങ്ങി നിങ്ങളെന്ന വേദന പണം നടന്ന പരിപാടികളുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും വാട്സാപ്പിന്റെ 6 ഡിജിറ്റ് കോഡ് ആയിരിക്കും പറഞ്ഞു കൊടുക്കുമോ അത്തരത്തിൽ വരുന്ന അനാവശ്യ ലിങ്കുകളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള APK പോലുള്ള ആപ്ലിക്കേഷൻ ഫയൽസുകൾ ക്ലിക്ക് ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും നമ്മുടെ പല കോഡിങ്ങിലാണ് APK ഫയൽ വരുന്നത്. നമുക്കത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി കുറെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിനകത്തൊന്നും നിങ്ങളുടെ ബാങ്കിങ് സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്യാനുള്ള സംഭവം അല്ലെങ്കിൽ മൊത്തം ഡിവൈസ് മൊത്തത്തിൽ ഹാക്ക് ചെയ്യാനുള്ള സംഭവമാണ്. അപ്പൊ ഇത്തരത്തില് APK ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോണ് കോംപ്രമൈസ് ആയി കഴിഞ്ഞാൽ വെബ്രൗസറിൽ നമുക്ക് കൂടുതൽ ആൾക്കാർ ഹാക്ക് ചെയ്യും.
ദിവസം വിളിക്കല് കസ്റ്റമേഴ്സ് ഡെലിവറി കസ്റ്റമേഴ്സിനായി വിളിക്കുക. അതിന്റെ ഭാഗമായി നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഡെലിവറി ചെയ്യാൻ സാധനം കിട്ടുള്ളൂ. എന്താ 20 ലക്ഷത്തിൻ്റെയൊക്കെ സാധനം അയച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അവിടെ പഠിച്ചിട്ടുണ്ടാവുക. 50,000 പോയി കഴിഞ്ഞാൽ 20 ലക്ഷം കിട്ടുമെന്ന് വെച്ചിട്ട് നമ്മളത് കൊടുക്കും. പിന്നെയും കൊടുക്കുക സാധനം പുറത്തെത്തി നമ്മളിവിടുത്തെ പോലീസാണ് 2 ലക്ഷം കൂടി എക്സൈസിനാണ് തീർച്ചയായിട്ടും കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ പറഞ്ഞു. അപ്പൊ അങ്ങനെ പല രീതിയിൽ പൈസ വാങ്ങാം. ഇതാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഡീഫേക്ക് രീതിയിലുള്ള സംഭവം തന്നെയാണ് അതിനകത്ത് വരുന്നത്. അതുതന്നെയാണെങ്കിലും നമ്മുടെ ക്രെഡിറ്റ് കാർഡ് എടുത്തുകഴിഞ്ഞാൽ നമ്മുടെ CVV നമ്പർ ഉണ്ടല്ലോ, CVV നമ്പർ മാസ്ക് ആയിരിക്കും അല്ലെങ്കിൽ ചെറിയ കടന്നിട്ട് നമ്മൾ ഉപയോഗിക്കുക. അഥവാ ആ കാർഡ് പോയി കഴിഞ്ഞാൽ നിങ്ങളെ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ഒരു OTP അയച്ചിട്ട് നിങ്ങൾ വിളിച്ചിട്ട് ഇപ്പോൾ അപ്പൊ നമ്മള് സപ്പോസ് CVV മാറ്റിയാണ് ഒരു ക്രെഡിറ്റ് കാർഡ് പർച്ചേസ് ചെയ്യുന്ന ചെറിയ പൈസക്ക് ഓഫർ സാധനം കിട്ടുമ്പോൾ വയലേഴ്സിനൊക്കെ കാണാൻ നിങ്ങൾ ഇത് ഉണ്ടായ സംഭവമാണ്. ഫ്ലാറ്റ് സൈനികനാണ്, എനിക്ക് ആവശ്യമുണ്ട്, ഒരു കൊല്ലത്തേക്ക് ഞാൻ തളിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പൈസ അയക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ കിട്ടും. അപ്പൊ അതിനകത്ത് അറിയാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇപ്പം അത്യാവശ്യം ഈ പേ റിക്വസ്റ്റ് വന്ന സമയത്താണ് സംഭവം നടന്നത്. ഇപ്പോഴും അതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരുണ്ട്. ഗൂഗിൾ പേയിൽ നമുക്ക് അക്കൗണ്ട് ആയിട്ട് നമ്മളങ്ങോട്ട് പൈസ അയക്കണമെങ്കിൽ മാത്രമേ നമ്മുടെ UPI നമ്മൾ കൊടുക്കേണ്ടതായിരിക്കും. അപ്പൊ നമ്മളെ UPI നമ്മളങ്ങോട്ട് കൊടുക്കേണ്ടതാണ്, നമ്മൾ പൈസ അവർക്ക് കൊടുക്കുന്നത് മാത്രമാണ് നമ്മുടെ UPI നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അതല്ലാതെ പിന്നെ അവർ ഇങ്ങോട്ട് പേ റിക്വസ്റ്റ് അയക്കും. അങ്ങനെയാണ് നമ്മൾ അതിനകത്ത് പിന്നെ അടിക്കേണ്ടി വരും. അപ്പൊ അവർ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ അയക്കുന്ന മാറ്റി നിങ്ങൾ പേ റിക്വസ്റ്റ് അയക്കും. പേ റിക്വസ്റ്റ് അയച്ച് നിങ്ങൾ പിന്നെ അടിക്കുമ്പോൾ നിങ്ങളുടെ പൈസ തന്നെ പോകും. ഇത് പാഴ്സൽ എന്ന് പറയുന്ന കാര്യമാണ്. പിന്നെ ഇത്തരത്തിൽ രണ്ടാമത്തെ പോസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും, ഇത്തരത്തിൽ സ്കാമിൽപ്പെട്ടാൽ പറ്റിക്കാൻ ആൾക്കാരുണ്ട്. ഗോൾഡിലോ ഒരു ക്യാപിറ്റലിലോ സ്മോളിലോ എന്തെങ്കിലും ഒക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമുക്ക് അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു വിവാദം ലഭിക്കും. നോർമൽ ലിങ്ക് വിവാദം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് വെബ്സൈറ്റ് ഉണ്ട്. വൈറസ് ഡോട്ട് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്. വൈറസ് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ വൈറസ് ഡോട്ട് എന്നുള്ള പോലുള്ള വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്. അതിനകത്ത് കയറി നിങ്ങൾക്ക് ഒരു ലിങ്ക് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിനിട്ട് അടിച്ചു കഴിഞ്ഞാൽ പാസ് കാണിച്ചാൽ ക്ലീൻ കാണിക്കുന്നതാണെങ്കിൽ മാത്രം കൂട്ടി ഞാൻ പൈസ എടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ടപ്പോൾ 2 ലക്ഷം പൈസ കേസ് ചോദിച്ചതായിരിക്കും. എന്നാൽ ആ രീതിയിൽ കയറിയിട്ട് 4 വർഷം പോകാൻ പോകും. നെക്സ്റ്റ് വരുന്നത് മാട്രിമോണി. പിന്നെ വരുന്നത് ഇസിമിന്റെ ഒരു പ്രശ്നം ഇപ്പോൾ വരുന്നത്, നിങ്ങൾ ഇപ്പോൾ സിം കാർഡ് ഉണ്ടെങ്കിലും ഇസിമിലേക്ക് അപ്ഗ്രേഡ് ആവാമെന്ന് പറഞ്ഞൊക്കെ OTP കാര്യങ്ങളൊക്കെ വരും. അത്തരത്തിലെ കാര്യങ്ങളൊന്നും ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ പാടില്ല. പിന്നെ ഒരു QR കോഡൊക്കെ സ്കാൻ ചെയ്യുമ്പോൾ എന്താണ് ഈ QR കോഡ് എന്നൊക്കെ അറിഞ്ഞിട്ടൊക്കെ സ്കാൻ ചെയ്ത് നോക്കണം. പിന്നെ വരുന്നത് ചൈൽഡ് പോണോഗ്രഫി. ഇതൊരു ടേമാണ്. ചൈൽഡ് പോണോഗ്രഫി എന്ന് വെച്ചാൽ പോണോഗ്രഫി കാണുന്നവരായിരിക്കും ഉള്ളവരൊക്കെ. പക്ഷെ അത്തരത്തിൽ ചൈൽഡ് പോണോഗ്രഫിക്ക് ഇംപ്രസ്മെന്റ് വരുന്നത് ഒക്കെയാണ്. അപ്പൊ അത്തരത്തിൽ കഠിനമായ ശിക്ഷകളിലാണ്. അപ്പൊ ചൈൽഡ് പോണോഗ്രഫി സ്റ്റോർ ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതൊക്കെ എന്ന് പറയുന്നത് വലിയ കേസാണ്. അവരെ ട്രാക്ക് ചെയ്യാനും അവരെ പറയാനുള്ള ഒരു ഇതാണ്. അപ്പൊ അത്തരത്തിലുള്ള ലിസ്റ്റിൽ നിങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എങ്ങനെ സെക്യൂർ ആക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇംപ്ലിമെന്റ് സ്ട്രോങ് പാസ്വേഡ്. അപ്പൊ എന്തായാലും അതിന്റെ പറയുക നമ്മൾ ചിലപ്പോൾ പോയി നോക്കും. അപ്പൊ അതിന്റെ പറയുക പോകാതിരിക്കുക. പിന്നെ ഇതൊക്കെ ജസ്റ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാം. നിങ്ങൾ വാട്സപ്പ് ഒക്കെ ഹാക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം? ഒരു വാട്സപ്പ് ഇപ്പോൾ ഹാക്ക് ആയി പോയി. വാട്സപ്പ് ഹാക്ക് ആയി വെച്ചാൽ നമ്മൾ 6 ഡിജിറ്റ് കോഡ് പറയുമ്പോൾ ഷെയർ ചെയ്ത് അല്ലെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോയി. ഓക്കെ, ഇത്തരത്തിൽ നമ്മൾ ഹാക്ക് ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമുക്ക് ഈ വാട്സപ്പിന്റെ ഹാക്ക് ആവശ്യം നമുക്ക് നമ്മൾക്ക് അതിനകത്ത് ലോഗിൻ ആവുക 6 ഡിജിറ്റ് കോഡ് നമുക്ക് വരാതിരിക്കും. അങ്ങനെയാണ് ഉണ്ടാവില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ മുകളിലായിരിക്കും ഹെൽപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെയാണ് സൈബർ പോലീസ് സ്റ്റേഷൻ. നിങ്ങൾ അവിടെ വന്നാൽ ഞാൻ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞല്ലോ. മുകളിൽ ഹെൽപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് കയറിയിട്ട് ഒരു മെയിലിലേക്ക് നമ്മൾ അതിന്റെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മൈ വാട്സ്ആപ്പ് അക്കൗണ്ട് ഇസ് ഹാക്ക്ഡ്. ഐ വാസ് അൺഎബിൾ ടു റിസീവ് മൈ OTP. കഴിഞ്ഞ് അതൊരു മെസ്സേജ് ഇട്ട് കൊടുക്കുക. അതിനകത്ത് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് അറ്റാച്ച് ചെയ്യില്ല. പക്ഷേ ഇത്തരത്തിൽ ലിങ്കുകളിലൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനകത്ത് കൊടുത്ത് ചിലപ്പോൾ ഒരു അരമണിക്കൂർ നമുക്ക് അക്കൗണ്ട് റിക്കവർ ആയി കിട്ടും. പക്ഷെ വീണ്ടും ആ അക്കൗണ്ട് പോകും. കാരണം വെച്ചാൽ ഈ ഡിവൈസ് കോംപ്രമൈസ് ആയിട്ടുണ്ടാകുന്ന പ്രശ്നം. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഇതിന്റെ ലിങ്കിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ച ശേഷം
ഫോണിന്ന് ഫാക്ടറി വിസിറ്റ് ചെയ്ത് തന്നെ വീണ്ടും വാട്സപ്പ് കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കണം. അല്ലാത്ത പക്ഷം നമുക്ക് വാട്സപ്പ് കിട്ടില്ല. പിന്നെ അത്യാവശ്യം പഴയ സോഫ്റ്റ്വെയറുള്ള ഫോണുകളുണ്ടാവും. അതായത് ആൻഡ്രോയിഡ് 10 കിലോയിലെ വെർഷൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ഫോണെങ്കിൽ എപ്പോഴും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക. അതിന്റെ തന്നെ സോഫ്റ്റ്വെയർ കാര്യങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കുക. ഓക്കെ. പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ട്രിപ്പിൾ 4 ലോഗിൻ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ മെയിലിലേക്കും നമ്മുടെ ഫോണിലേക്കും. അതുപോലെ നമ്മൾ എവിടെ നിന്നാണോ ലാസ്റ്റ് ലോഗിൻ ആക്കുന്നത് ആ ലൊക്കേഷൻ, അതുപോലെ നമ്മുടെ ഏത് ഫോണാണോ ലാസ്റ്റ് ലോഗിൻ ആക്കുന്നത് ഈ ഡിവൈസിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ അക്കൗണ്ടുകൾ റിക്കവർ ചെയ്തെടുക്കുന്ന ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് ആരാണ് ലോഗിൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഡാറ്റ തരും. പിന്നെ വാട്സാപ്പിൽ വെച്ചാൽ ലാസ്റ്റ് ലോഗിൻ ഡീറ്റെയിൽസ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ വാട്സാപ്പിൽ നമുക്ക് നമ്മൾ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോലുള്ള ടെലിഗ്രാം പോലുള്ള അതോറിറ്റികൾക്ക് നമ്മൾ ലെറ്റർ കൊടുത്തിട്ട് ഡാറ്റ എടുക്കാം. അതായത് സ്വന്തം അക്കൗണ്ട് വഴി ട്രാൻസാക്ഷൻ നടത്താൻ കൊടുക്കുക. ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും നിങ്ങളോ വീട്ടിലെ കുട്ടികളോ ആരും വിടാൻ പാടില്ല. അതായത് ചിലപ്പോൾ പുറത്തൊക്കെ പഠിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ നിങ്ങളോട് ചോദിക്കാൻ ബുദ്ധിമുട്ടുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ ഒരു 10,000 രൂപ ആർജന്റാണ്. അപ്പോൾ അടുത്തില്ല പോലത്തെ വന്ന് ചോദിക്കും, എടാ നീ ഒരു കാര്യം ചെയ്യാൻ അക്കൗണ്ട് എടുത്തില്ല, ഒരു 10,000 രൂപ അതിന് അവൻ എന്ത് ചെയ്യും? അവൻ്റെ കയ്യിൽ ഒരു ബാങ്ക് അക്കൗണ്ട് കൊടുക്കും, സിം കാർഡ് കൊടുക്കും, അതെടുത്ത് അവർ കൊടുക്കും. അപ്പോൾ 10,000 രൂപ. പിന്നെ ആ അക്കൗണ്ട് നടക്കുന്ന ട്രാൻസാക്ഷൻ അവരൊന്നും അറിയില്ല. ഇത്തരത്തിൽ കൊടുത്ത നമ്മുടെ കേസിൽ തന്നെ ഇവിടെ 1.65 അതിനകത്ത് കൊല്ലത്തിൽ ഒരു ലേഡിയുടെ അക്കൗണ്ട് കൊടുത്തു. 15 ദിവസം കൊണ്ട് 5 കോടി ആ അക്കൗണ്ട് കഴിഞ്ഞു വന്നു. അതിനകത്ത് നമ്മൾ 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഫോൺ കാര്യങ്ങൾ അത്തരത്തിൽ ഈ മെസ്സേജ് ഫോർവേഡിങ് ആപ്പുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അക്കൗണ്ട് സെല് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതുവഴി ഇങ്ങനെ ട്രാൻസാക്ഷൻ നടത്താൻ നിങ്ങളുടെ അക്കൗണ്ട് വഴി ഒരാൾ 1 ലക്ഷം രൂപ അറിയുന്ന ഒരാളാണ് വേണമെങ്കിൽ ഒരു പേഷ്യന്റ് നിങ്ങൾ കാണാമോ സാറേ എൻ്റെ അക്കൗണ്ട് പൈസ ഇല്ല സാറേ, എൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ആയി സാറേ, സാറിൻ്റെ അക്കൗണ്ടിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്തല്ലോ സാറേ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ വേണമെങ്കിൽ എടുത്തു കൊടുത്തെന്ന് വെച്ചോ. പിന്നെ അതിൻ്റെ വെടിയെടുക്കാൻ വേണം ഗുജറാത്തിലൊക്കെ ആയിരിക്കും വരിക. അതെന്ന് വെച്ചാൽ ഫ്രോഡ് പണിയായിരിക്കും. പിന്നെ 1 ലക്ഷത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ പറയുക. ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാൻ വേണ്ടി ഇവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിന്റെ ഉത്തരവാദി നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി. ഇത് പറയുന്നൊരു വെബ്സൈറ്റ് ആണ്. നമുക്ക് സ്റ്റോപ്പ് എൻസി എന്ന് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ഇന്റിമേറ്റ് ഫോട്ടോസ് അല്ലെങ്കിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിലേക്ക് എവിടെയെങ്കിലും ഷെയർ ആയിരിക്കാം. സപ്പോസ് നിങ്ങളുടെ പേഴ്സണൽ വീഡിയോസോ അല്ലെങ്കിൽ പേഴ്സണൽ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും ലിങ്ക് ആയി കഴിഞ്ഞാലൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അതല്ലെങ്കിൽ പോലീസിൽ പരാതി കൊടുത്തിട്ട് കണ്ടെത്തി പോയാൽ ഓപ്ഷൻ കൊടുക്കും. നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഒരു പ്രോപ്പറായിട്ട് പരാതി രജിസ്റ്റർ ചെയ്യും. അതിനു വേണ്ടിയിട്ട് നിലവിൽ ഈ ഫിനാൻഷ്യൽ ഫ്രോഡ് ബാക്കിയൊക്കെ നമുക്ക് മാറ്റി വെക്കുക. ഫിനാൻഷ്യൽ ഫ്രോഡാണ് ധനനഷ്ടമാണ് വലിയ സംഭവം. അപ്പോൾ അത്തരത്തിൽ ഫിനാൻഷ്യൽ ഫ്രോഡ് നമ്മൾ പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചെടുക്കാം, അതിനു വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഈ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് ബോർഡ്. അതിന്റെ വെബ്സൈറ്റ് ആണ് cybercrime.gov.in എന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കിട്ടും. അതല്ലെങ്കിൽ 1930 ടോൾ ഫ്രീ നമ്പറോ അതല്ലെങ്കിൽ cybercrime.gov.in വെബ്സൈറ്റിൽ നമുക്ക് ഒരു പരാതി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾക്ക് എന്തെല്ലാം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് എന്നെ ഒരാളെ വിളിച്ചു അല്ലെങ്കിൽ ട്രേഡിംഗ് ഞാൻ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് നഷ്ടം സംഭവിച്ചു. ആ സമയത്ത് നമ്മൾ 1 വിളിച്ച് പരാതി രജിസ്റ്റർ ചെയ്യണം. ആ സമയത്ത് നമ്മൾക്ക് വേണ്ടത് നമ്മളുടെ ഏത് അക്കൗണ്ടിലാണോ പണം നഷ്ടപ്പെട്ടത് അതിന്റെ നമ്മുടെ അക്കൗണ്ട് നമ്പർ, അതുപോലെ അതിന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, അതായത് ട്രാൻസാക്ഷൻ ഡേറ്റ്, എമൗണ്ട്, ട്രാൻസാക്ഷൻ ID, ഈ 3 സാധനങ്ങൾ മസ്റ്റായിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ 1 വിളിച്ച് ചെയ്യാം. പക്ഷെ അവര് ഏകദേശം നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും എമൗണ്ടും മസ്റ്റായിട്ട് ചെയ്യും. ട്രാൻസാക്ഷൻ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും നിങ്ങളോട് മസ്റ്റായിട്ട് ചെയ്യും. പക്ഷെ അവരെന്താ ചെയ്താൽ ആ സമയത്ത് നിങ്ങളുടെ അക്കൗണ്ട് വഴി നടന്ന ആ എമൗണ്ടിന്റെ ട്രാൻസാക്ഷൻ ട്രാക്ക് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്യാൻ നമ്മൾ ചെയ്യും. പക്ഷെ ബെറ്റർ ആ ട്രാൻസാക്ഷൻ ID വെച്ചിട്ട് തന്നെ സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് 1930 വിളിക്കുമ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ ഡാറ്റ, അതായത് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, ട്രാൻസാക്ഷൻ ID, ഡേറ്റ്, എമൗണ്ട്, ഇത് മസ്റ്റ് ആയിരിക്കണം. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അതായത് പണം പോയി ഒരു 1 hour ആയിട്ടില്ല, അതായത് നമ്മൾ പറയുന്നത് ഗോൾഡൻ അവർ എന്ന് പറയുന്നത് 1 hour ആണ്. അതായത് ഈ ടൈമിംഗ് എന്ന് പറയുന്നത്
പരാതിക്കാരന്റെ അക്കൗണ്ടിൽ നിന്ന് പണം പോയി അപ്പുറത്തേക്ക് ആൾക്കാർക്ക് പണം പിൻവലിക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല. ആ സമയത്തിനാണ് നമ്മൾ പറയുന്നത്. നേരെ വന്നിട്ട് ചിലപ്പം നിങ്ങൾ വിളിക്കുന്ന ആളുകളാണെങ്കിൽ ATM-ന്റെ മുമ്പിൽ നിന്നിട്ടായിരിക്കും നിങ്ങൾ വിളിക്കുന്നത്. അതല്ലെങ്കിൽ ആ സമയത്ത് തന്നെ ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ പൈസ പിൻവലിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഈ ഗോൾഡൻ അവർ എന്നൊക്കെ പറയുന്നത് അതും ഭാഗ്യം പോലെയാണ് കേട്ടോ. ചിലപ്പോൾ ആ സ്പോട്ടിൽ തന്നെ ATM-ന്റെ മുമ്പിൽ നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ പിൻവലിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ വിത്തൗട്ട് കാർഡ് നമുക്ക് പിൻവലിക്കാൻ പറ്റും. ATM വഴിയൊക്കെ അങ്ങനെ വഴിയൊക്കെ വിത്തൗട്ട് കാർഡ് പണം പിൻവലിക്കാൻ പറ്റും. പല പല ടെക്നോളജി ഉണ്ട്. അതായത് EPOS വഴി ആണെങ്കിൽ എണ്ണ അടിച്ചായിരിക്കും, അല്ലെങ്കിൽ വേണമെങ്കിൽ Paytm അല്ലെങ്കിൽ നമ്മുടെ ഫ്ലിപ്കാർട്ട് വഴിയോ ആമസോൺ വഴിയോ പർച്ചേസ് നടത്തിയതാകാം. അതൊക്കെ എന്താണ് നിങ്ങളുടെ ഭാഗ്യം പോലെ. അങ്ങനെയാണ് നമുക്ക് പണം ട്രാക്ക് ചെയ്യുക. അതായത് നമ്മൾ ഇങ്ങനെ ഇത്തരത്തിൽ പരാതി രജിസ്റ്റർ കഴിഞ്ഞാൽ ഇവര് ഇത് കൺട്രോൾ എന്ന് പറയുന്നത് പോലീസിന്, ബാങ്കിന്റെ ഒരു അതോറിറ്റിയാണ്. ടോട്ടൽ അറിയാവുന്ന നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് ബോർഡിൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. കേരളത്തിൻ്റെ കൺട്രോൾ തിരുവനന്തപുരത്താണ്. അതിന്റെ K4 അതിന്റെ സെന്റർ പറയും. അപ്പൊ അത്തരത്തിൽ പരാതി ചെയ്യുമ്പോൾ നിങ്ങൾ അക്കൗണ്ടിൽ നിന്ന് പോയ പൈസ ഇവിടുന്ന് എങ്ങോട്ട് പോയി, അത് അവിടെ നിന്ന് എങ്ങോട്ട് പോയി. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ട്രാക്ക് ചെയ്യും. അപ്പൊ നമുക്ക് കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ് കിട്ടും. നിങ്ങൾ പൈസ പോയ വഴി തെറ്റും കിട്ടും. ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപ മാഡത്തിന്റെ അക്കൗണ്ടിൽ പോയി. അവിടുന്ന് എന്നെ പറ്റി മാഡം 10 ലക്ഷം രൂപ വാങ്ങി. മാഡം എന്ത് ചെയ്തു? അത് അവിടെ വെക്കോ? ഇല്ല, ഒരു കാരണവശാലും അവിടെ വെക്കില്ല. ഫ്രോഡുകൾ എന്ത് ചെയ്യും? അപ്പൊ തന്നെ സ്പ്ലിറ്റ് ചെയ്യും. 10-ന് 1 മെയിൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഒരു 100 ആക്കല്ലേ 15 ആക്കുന്ന കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും? ഈ പോകുന്ന വഴി തെച്ച് നമ്മൾ പിടിക്കും. പോകുന്ന വഴി തെച്ച് പിടിച്ചിട്ട് ഏതെങ്കിലും അക്കൗണ്ടിൽ നമുക്ക് എമൗണ്ട് ഫ്രീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെയൊക്കെ ആ എമൗണ്ട് ഹോൾഡ് ചെയ്യും. അഥവാ എമൗണ്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലീൻ മാർക്ക് ഇടും. വെച്ചാൽ പിന്നെ പൈസ വന്നാൽ പിടിക്കാൻ പറ്റും. അതാണ് ഈ പോർട്ടൽ വഴി പരാതി രജിസ്റ്റർ. അപ്പൊ 193 വിളിച്ചിട്ട് കിട്ടാത്ത ആൾക്കാർക്ക് നമ്മൾക്ക് ഈ പറഞ്ഞ സൈബർ ക്രൈം റോഡ് ജിയോയിൽ ബെനിഫിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രോപ്പറായിട്ട് ഈ ഡാറ്റകളൊക്കെ നിങ്ങൾക്ക് വേണം. മൊബൈലൊക്കെ കൊണ്ടുനടക്കുന്നതായിരിക്കും. ചിലപ്പോൾ ഒന്നാളെ വെച്ച് പോകും, ഒന്നെടുത്തിട്ട് നടക്കും. അപ്പോൾ അത്തരത്തിലൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ള ആപ്ലിക്കേഷൻ ഓൺലൈൻ നമ്മൾ ചെയ്യുന്നതാണ്. നമ്മുടെ ഫോണ് പാസ്വേഡ് സ്ട്രോങ് ആയിട്ട് ലോക്ക് ചെയ്യാം. അതുപോലെ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റാത്ത മൊബൈൽ ഫോണുകൾ തന്നെ അത്യാവശ്യമാണ്. അതായത് ഇപ്പം പഴയ ഫോണുകളല്ല, അത്യാവശ്യം റീസെന്റ് ആയിട്ട് ഫോണുകൾ എന്താണ് പാസ്വേഡ് ലോക്ക് ആണെങ്കിൽ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റില്ല. അത്തരത്തിലുള്ള മൊബൈൽ ഫോണുകൾ തന്നെ മാക്സിമം നോക്കുക. അത്തരം മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ നമ്മൾ മൊബൈലിന്റെ പാസ്വേഡ് ലോക്ക് ചെയ്യുക. അതുപോലെ ലൊക്കേഷൻ കാര്യങ്ങൾക്ക് മൊബൈലിൽ ഓണാക്കി വെക്കുക. ശേഷം നമ്മൾ എന്ത് ചെയ്യാം? പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ഇത് മാത്രം പോലെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലിങ്ക് ചെയ്ത് നിൽക്കുന്ന Gmail അക്കൗണ്ടിന്റെ യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾ അറിയിക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റൊരാളുടെ ഫോണിൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്മളെ ഫൈൻഡ് മൈ ഡിവൈസ് എന്നൊരു ആപ്ലിക്കേഷൻ കിട്ടും. ഫൈൻഡ് മൈ ഡിവൈസ് എന്നൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അതിനകത്ത് നമ്മളെ മെയിൽ ID പാസ്വേഡ് കൊടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിന്റെ എക്സാക്ട് ലൊക്കേഷൻ. ഇത് ഫോൺ റിംഗിങ് ആണ്. ഫോണ് റിംഗിങ് ആണെങ്കിലാവുന്നത്. അഥവാ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിയറസ്റ്റ് പോലീസിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഇതിന്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ എടുത്തു തരും. അതൊക്കെ നോക്കണം നമുക്ക്. പക്ഷേ ഏറ്റവും ബെറ്റർ ഫൈൻഡ് മൈ ഡിവൈസ് ആണ്. പിന്നെ നമ്മൾ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടോ അല്ലെങ്കിൽ ഈ തുണാ പോർട്ടലോ കോൾ ആപ്പ് വഴി നമ്മളൊരു പോലീസ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ ഫോൺ ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുള്ള പരാതി രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം ഈ CEIR പറഞ്ഞ പോർട്ടലുണ്ട്. CEIR പറഞ്ഞ പോർട്ടലിൽ നമ്മൾക്ക് ഒരു പരാതി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതിനകത്ത് പരാതി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വേണമെങ്കിൽ നമ്മൾ പോലീസ് കംപ്ലൈന്റ് വേണം. അതുപോലെ ഫോണിന്റെ IMEI നമ്പർ കാര്യങ്ങൾ വേണം. പിന്നെ ആ രജിസ്റ്റേർഡ് മൊബൈലിന്റെ OTP കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഫോണിൽ ഏത് ഫോണാണോ നഷ്ടപ്പെട്ടത് അതിനകത്തുള്ള സിം കാർഡിന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിരിക്കണം. എടുത്തിട്ട് അത് ആക്ടിവേറ്റ് ചെയ്തിരിക്കണം. ശേഷം ഈ ഇതാണ് പോർട്ടൽ വരിക. ഇതിന് കോസ്റ്റ് ഇല്ലതിനകത്ത് ഒരു പരാതി രജിസ്റ്റർ ചെയ്യണം. അതിനകത്ത് നമുക്ക് ആ പോലീസ് കംപ്ലൈന്റ് നമ്പർ അതിന്റെ PDF അപ്ലോഡ് ചെയ്യാനുണ്ട്. അതുപോലെ ഇതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് അതുപോലെ ID പ്രൂഫ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്. നമുക്ക് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യമില്ല. ഒരു പോലീസ് കംപ്ലൈന്റ് ചെയ്യുക, സിമ്മിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ആക്ടിവേറ്റ് ചെയ്യുക, ഈ CEIR പോർട്ടലിൽ ചെയ്യുക. അതിനുശേഷം എന്ന് വെച്ചാൽ ഫോണിന്റെ IMEI വെച്ചിട്ടാണ് ട്രാക്ക് ചെയ്യുക. അതായത് നിങ്ങളുടെ ഫോണിൽ വേറെ ആരെങ്കിലും സിം ഇട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ പഞ്ചായത്താണെങ്കിൽ ഫേസ്ബുക്കിന് സെയിം പാസ്വേഡ്, എല്ലാത്തിനും ഒരേ പാസ്വേഡ് ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. ഒരു പാസ്വേഡ് ഉപയോഗിക്കാൻ എല്ലാവർക്കും കൂടെ പോകും. ഓക്കെ, ഇതൊക്കെയാണ് നമുക്കുള്ളത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 2 factor authentication, പാസ്വേഡ് ചേഞ്ച് ചെയ്യുക, സ്ട്രോങ് പാസ്വേഡ്, നോൺ വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇതുവരെ സെഷൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കുറച്ച് അഡീഷണൽ പറയാനുണ്ട്.
ഒരു ഇമെയിൽ ഐ ഡിയുടെ പ്രത്യേകത എത്രത്തോളം നിങ്ങൾക്ക് അറിയാം. ഇമെയിൽ ഐ ഡിക്ക് പാസ്വേഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ എവിടെയൊക്കെ സഞ്ചരിച്ചെന്ന് പറയാൻ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഏതൊക്കെ ഡിവൈസ് ലോഗിൻ ചെയ്തെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏതൊക്കെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ ബാങ്ക് അക്കൗണ്ട്സ് യൂസ് ചെയ്യുന്നതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇമെയിൽ ഐ ഡിക്ക് പാസ്വേഡ്. അതായത് ഗൂഗിൾ ഐ ഡി, ഗൂഗിൾ അക്കൗണ്ട് ഐ ഡി, ഇമെയിൽ ഐ ഡിയിലാണ് ഗൂഗിൾ അക്കൗണ്ട് ഐ ഡി. അതിന്റെ പാസ്വേഡ് എത്രയും സ്ട്രോങ് ആണെങ്കിലും അത്രയും സ്ട്രോങ് ആണ്. നമുക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്ന പാസ്വേഡ് ആവണമെന്നില്ല. നമുക്ക് സ്ട്രോങ് പാസ്വേഡ് ആക്കിയിട്ട് അത് എവിടെയെങ്കിലും എഴുതി വെക്കാം കൃത്യമായിട്ട്. ഓക്കെ. പിന്നെ പറയാനുള്ളത്, നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ലോഗിൻ ചെയ്ത് വെച്ചൊരു ഫോൺ ഒരിക്കലും നിങ്ങളെ കുട്ടികൾക്കോ മറ്റുള്ളവർക്കോ കൊടുക്കും. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നിങ്ങളുടെ മൊബൈൽ നമ്പറായിട്ട് ഉണ്ടാവുക, അത് നിങ്ങളെ ബാങ്ക് അക്കൗണ്ടായിട്ട് നടക്കണം. ഇപ്പൊ ഈ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർ അതിനായിട്ട് യൂസ് ചെയ്യുന്ന പറയാനില്ല. പ്രത്യേകിച്ച് ഗെയിമിംഗ് എല്ലാം കളിക്കുമ്പോൾ പെയ്ഡ് ഗെയിമിംഗ് ഉണ്ട്, അതിലെല്ലാം അവർ ചെയ്യും ക്യാഷ് പേ ചെയ്തിട്ട് ഓരോ ഗെയിമിലേക്ക് കളിക്കും. അപ്പൊ അവരെ OTP അടിച്ചിട്ട് പെട്ടെന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. അപ്പൊ നമുക്ക് ഒരുപാട് കംപ്ലൈൻസ് വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നൊന്നുമില്ല. പിന്നെ കുട്ടി ഗെയിമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. യെസ്, അതുവഴി ഒരുപാട് പൈസ പോയി. പിന്നെ ഇപ്പൊ പറഞ്ഞ 2 ഫാക്ടർ ഒതന്റിക്കേഷൻ അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ അക്കൗണ്ട്, ഫസ്റ്റ് ഗൂഗിൾ അക്കൗണ്ടിന് നിർബന്ധമായിട്ടും ചെയ്യാം. നെക്സ്റ്റ് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാം നിർബന്ധമായി ചെയ്യാം. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് നിങ്ങൾക്ക് പറ്റില്ലാത്ത ആൾക്കാർ കാരണവശാല അക്കൗണ്ടിൽ കാരണവശാല പൈസ വാങ്ങാതിരിക്കാം. ഒന്നോ രണ്ടോ അക്കൗണ്ട്, മിനിമം 2 അക്കൗണ്ട് കൈകാര്യം ചെയ്യുക. സാലറി അക്കൗണ്ടും കാര്യങ്ങളൊന്നും മെയിൻ ചെയ്യുക. അതിനകത്ത് സാലറി ഇല്ലാതെ മറ്റൊരു ഇൻകമിങ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ 2 ദിവസമാണ്. കാരണം വെച്ചാൽ നമ്മളുടെ ആൾക്കാർ ഒരുപാട് പെട്ട് കുടുങ്ങി കളിക്കും. ഇത്തരത്തിൽ ട്രേഡിങ്, ഇൻവെസ്റ്റ്മെന്റ്, ഇത്തരത്തിൽ ഫ്രോഡ് ട്രാൻസാക്ഷൻ വഴി വരുന്ന ഫ്രോഡ് മണികൾ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഗുജറാത്തിലൊക്കെ പരാതി വെച്ചാൽ, കേരളത്തിൽ പരാതി വെച്ചാൽ ഈ പൈസ പോകുന്ന എന്നെ പോയി ഫസ്റ്റ് ലെയർ, ആരെ കിട്ടുന്നത് ഫസ്റ്റ് ലെയർ, അയാൾ പോകുന്നത് സെക്കൻഡ് ലെയർ. ഈ 1-2 ലെയറൊക്കെ നമ്മൾ ചെയ്യും, ടോട്ടൽ പൈസ കൊടുക്കും. പിന്നെ അതിനകത്ത് നടപടിയായി അവർ പൈസ കൊടുക്കുക അല്ലെങ്കിൽ അറസ്റ്റ്, ഇങ്ങനെ നടപടി കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. ഈ ഗുജറാത്തിലൊക്കെ